ನೀನೇನ್ ಕನ್ನಡ ಮಾತಾಡೋದ ಕರ್ನಾಟಕದಲ್ಲಿ? ಕನ್ನಡ ಮಾತಾಡೋದ ಕರ್ನಾಟಕದಲ್ಲಿ? ಫ್ರೀಡಮ್ ಮೈ ಫ್ರೀಡಮ್. ബംഗളൂരുവിൽ അന്യസംസ്ഥാന തൊഴിലാളികളും പ്രാദേശിക കന്നഡ സംഘടനകളും തമ്മിലുള്ള ഭാഷാ തർക്കം വീണ്ടും തെരുവിലേക്ക്. കന്നഡ സംസാരിക്കാൻ ആവശ്യപ്പെട്ട പ്രാദേശിക കന്നഡ പ്രവർത്തകരോട് തർക്കിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്ത മലയാളി യുവാവിനെ കന്നഡ അനുകൂലികൾ കൂട്ടത്തോടെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. മലയാളിയാ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നോണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. ಎಲ್ಲಾರ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೀನಿ. ಅವರು ಬ್ಯಾಂಗ್ಳೂರು ಕೆಲಸ തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തതിനാണ് താൻ പ്രതികരിച്ചതെന്ന് യുവാവ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കന്നഡ പ്രവർത്തകർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കർണാടകത്തിൽ ജീവിക്കണമെങ്കിൽ കന്നഡ ഭാഷ അറിഞ്ഞിരിക്കണമെന്നും ഇവിടുത്തെ സംസ്കാരത്തെ മാനിക്കണമെന്നും കന്നഡ പ്രവർത്തകർ ദൃശ്യങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. കന്നഡക്കാരെ അവഗണിക്കുന്ന ഇത്തരം ആളുകൾക്ക് ജോലി നൽകുന്ന കമ്പനികൾക്കെതിരെ പിഴ ചുമത്തണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നു. ಕೆಲ್ಸಕ್ಕೆ ಇಂಥವ್ರನ್ನ ಕರ್ಕೊಂಡ್ಬಂದು ಇಕ್ಕತ್ತಾ ಇದೀರಲ್ಲ, ಕರ್ನಾಟಕದಲ್ಲಿ ಕನ್ನಡಿಗರಿಗೆ ಕೆಲಸ ಇಲ್ಲ ಅಂತವೆಲ್ಲ ಹುಡುಗನ ಐಡಿ ಕಾರ್ಡ್ ಕಿತ್ತಾಕ್ತಾ ಇದೀರಂದ್ರೆ ನಿಮ್ಗಳಿಗೆ ನಿಮ್ಮ ಕಂಪ್ನಿಗಳಿಗೆ ನಾಚಿಕೆ ಆಗ್ಬೇಕು. ಸಾರಿ, ಹುಡುಗನ ಸಂಬಳ ಎಷ್ಟೇ? 23,000. ಒಬ್ಬ ಕನ್ನಡದ ಹುಡುಗ, ಯಾವ ವಿಡಿಯೋ ನೋಡ್ತಾ ಇರೋ ಒಬ್ಬ ಕನ್ನಡ ಹುಡುಗ ಬರ್ರಿ ಕೆಲ್ಸಕ್ಕೆ, ಇವ್ರು ಕೆಲಸ ಕೊಡ್ತಾರೆ, ಕೊಡ್ಬೇಕು. ಇವ್ರು ಕೊಡ್ಲಿಲ್ಲ, ಕೆಲಸ ಕೇಳ್ಕ ಬಂದಾಗ ಕೆಲಸ ಕೊಡ್ಲಿಲ್ಲ ಅಂದಾಗ ನಾನು ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಅಲ್ಲಿ ಮೆಸೇಜ್. സംഭവം വിവാദമായതോടെ മലയാളി യുവാവിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി കന്നഡ അനുകൂല നേതാവും രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വന്ന് കന്നഡ മണ്ണിൽ കന്നഡക്കാരെ തന്നെ കൈചൂണ്ടി അധിക്ഷേപിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് ഇയാൾ വ്യക്തമാക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അന്യസംസ്ഥാന സംഘടനകളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇത്തരം ധിക്കാരങ്ങൾക്ക് പിന്നിലെന്നാണ് ഇവരുടെ ആരോപണം. കന്നഡ സംസാരിക്കൂ എന്ന് നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ടതില്ല. എന്നാൽ സാഹചര്യങ്ങൾ വരുമ്പോൾ കന്നഡയെയും ഇവിടുത്തെ ജനങ്ങളെയും അപമാനിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും കന്നഡ നേതാവ് മുന്നറിയിപ്പ് നൽകുന്നു. ಕೇರಳದಿಂದ ಬಂದು ಕನ್ನಡಿಗರ ಬಗ್ಗೆ ಕೈ ತೋರ್ಸ್ಕೊಂಡು ಅವಾಚ್ಯ ಶಬ್ದಗಳಿಂದ, ಅದು ಕೆಟ್ಟ ಪದಗಳಿಂದ ಬೈತಿದ್ದಾನೆ ಅಂದ್ರೆ ಈ ಮಕ್ಳಿಗೆ ಎಷ್ಟು ದುರಾಂಕರ ಇರ್ಬೇಕು. ಇಂತ ನನ್ ಮಕ್ಳಿಂದಾನೇ ನಮ್ ಕನ್ನಡಿಗರಿಗೆ ಕೆಟ್ಟ ಹೆಸರು ಬರ್ತಾ ಇರೋದು. ನಮ್ ರಾಜಕೀಯದವರು ಸ್ವಲ್ಪ ಅರ್ಥ ಮಾಡ್ಕೊಬೇಕು. ಯಾವ್ದಾವ್ದೋ ರಾಜ್ಯದಿಂದ ಬಂದ್ಬಿಟ್ಟು ಇಲ್ಲಿ ಅವ್ರವ್ರ ಸಂಘಟನೆಗಳು ಕಟ್ಕೊಂತಾರೆ, ಅದಕ್ಕೆಲ್ಲದಕ್ಕೂ ಸಪೋರ್ಟ್ ಮಾಡ್ತಾರೆ. ಇವರು ವೋಟಿಂಗ್ ಬ್ಯಾಂಕಿಗೋಸ್ಕರ ಇವತ್ತು ಕನ್ನಡಿಗರ ಮೇಲೆ ಈ ರೀತಿ ದೌರ್ಜನ್ಯ ಆಗ್ತಾ ಇದೆ. ಹಂಗೆ ನಮ್ ಕನ್ನಡಿಗರಿಗೆ ಹೇಳಕ್ ಇಷ್ಟಪಡ್ತೀನಿ, ಯಾವ್ದೇ ರಾಜ್ಯದಿಂದ ಬಂದಿರ್ಲಿ ಪರವಾಗಿಲ್ಲ, ನಾವು ಫೋರ್ಸ್ ಮಾಡಿ ಕನ್ನಡ ಮಾತಾಡಿ ಅಂತ ನಾವು ಫೋರ್ಸ್ ಮಾಡೋದ್ ಬೇಡ. ಏನಾದ್ರು ಸನ್ನಿವೇಶ ಬಂದಾಗ ಅವ್ರ ಭಾಷೆಯಲ್ಲಿ ಮಾತಾಡುವಂದಾಗ ನಾವು ಕನ್ನಡ ಮಾತಾಡಿ ಅಂತ ಕೇಳೋಣ. ಅವ್ರೇನಾದ್ರೂ ನಕ್ರ ಮಾಡಿದ್ರೆ ಅಲ್ಲೇ ಚಪ್ಲಿ ಕಿತ್ತೋಂಗ್ ಹೊಡಿಬೇಕು ಇಂತ ಮಕ್ಳಿಗೆ. ಅದನ್ನ ಬಿಟ್ಬಿಟ್ಟು ವಿಡಿಯೋ ಮಾಡ್ಕೊಂಡಿದ್ರೆ ಮರ್ಯಾದೆ ಇರುತ್ತೆ ನಮ್ಗೆ. ಇಂತ ನನ್ ಮಕ್ಳನ್ ಬಿಡ ಮಾತೇ ಇಲ್ಲ. ಅಪ್ಪಿ ತಪ್ಪಿನೂ ಸಿಕ್ಬೇಡ ಮಗನೇ. ಅಪ್ಪಿ ತಪ್ಪಿ ಏನಾರು ಸಿಕ್ಕಿದ್ರು ನಿನ್ನ ಮೇಲಿಂದ ಕೆಳಗಡೆವರ್ಗು ಪೂರ್ತಿ ಕಪ್ಪು ಬಣ್ಣ ಬಳ್ದು ಕಪ್ಪುದ್ ಆಯಿಲ್ ಹಾಕಿ ನಿನ್ನ ಕತ್ತೆ ಮೇಲೆ ಕೂರ್ಸ್ಕೊಂಡ್ ಮೆರವಣಿಗೆ ಮಾಡ್ಕೊಂಡು ಸ್ಟೇಷನ್ ಕರ್ಕೊಂಡೋಗಿ FIR ಮಾಡ್ಸಿಕೊಂಡು ಸಿಕ್ಕೋ ಆಯ್ತು ನೀನು. ನಮ್ ನೆಲ ಜಲ ಭಾಷೆ ವಿಚಾರವಾಗಿ ಯಾವ್ದೇ ರಾಜ್ಯದವರು ಕನ್ನಡಿಗರ ಮೇಲೆ ಬಂದ್ರೆ ಯಾವ ರೀತಿ ಪರಿಣಾಮ ಬೀರುತ್ತೆ ಅನ್ನೋದನ್ನ ನಾವು ತೋರಿಸಬೇಕಾಗಿದೆ. കന്നഡ സംഘടനകളുടെയും നാട്ടുകാരുടെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഒടുവിൽ മലയാളി യുവാവ് പരസ്യമായി കൈകൂപ്പി മാപ്പ് പറയുന്നതോടെയാണ് തർക്കങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാകുന്നത്. കർണാടകത്തിൽ നിലനിൽക്കുന്ന പ്രാദേശിക ഭാഷാ വികാരങ്ങളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ നേരിടുന്ന വെല്ലുവിളികളും വീണ്ടും സജീവ ചർച്ചയാക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine.